ഹായ് ഫ്രണ്ട്സ്, ഞാൻ 2 ദിവസമായി വന്നിട്ട്. ഇതൊരു ആമയാണ് അമ്മ ഉണ്ടാക്കിയ. ഹായ് ഫ്രണ്ട്സ്, മോൻ പറഞ്ഞ ഇൻട്രൊഡക്ഷനൊക്കെ വളരെ കറക്റ്റാണ്. വെറും ഒരു OHP ഗ്ലാസ് ഷീറ്റിൽ നിന്നാണ് ഒരു ആമേനെ, ചെറിയൊരു ആമേനെയാണ് ചെയ്യുന്നത്. ഇത് എന്ന് പറഞ്ഞാൽ നമ്മുടെ കാടൻ മുട്ട വാങ്ങിക്കാൻ കിട്ടുമ്പോൾ കിട്ടുന്ന ഒരു കവറാണ്. എല്ലാ വേസ്റ്റ് മെറ്റീരിയലിൽ നിന്നാണ് നമ്മൾ ചെറിയൊരു ആമക്കുട്ടിയെ ചെയ്യുന്നത്. അതെന്ന് വെച്ചാൽ ജ്യൂസിൻ്റെ ഒരു ഗ്ലാസിൻ്റെ മുകളിലൊരു അടപ്പാണ് റൗണ്ട് ഷേപ്പിന്. അപ്പോൾ അത് വെച്ച് നമ്മൾ OHP ഷീറ്റിൽ അടയാളപ്പെടുത്തി ആ ഒരു റൗണ്ട് ഷേപ്പ് കട്ട് ചെയ്തെടുക്കുകയാണ്. എല്ലാം നമ്മൾ വേസ്റ്റാക്കി കളയുന്നതിൽ നിന്നാണ് വളരെ മനോഹരമായിട്ടുള്ളൊരു ക്രാഫ്റ്റ് ഐറ്റം നമ്മൾ ഈ ചെയ്യാൻ പോണത്. OHP ഷീറ്റിൽ നിന്ന് ഒരുപാട് ക്രാഫ്റ്റ് ഐറ്റംസുകൾ നമുക്ക് ചെയ്യാൻ പറ്റും. അത് ഇതിന് മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ട്. ആ ഒരു റൗണ്ട് ഷേപ്പ് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. മോൻ അടുത്ത് തന്നെയുണ്ട്. അവൻ ഇതൊക്കെ കാണുമ്പോൾ വളരെയേറെ കൗതുകമായിട്ട് തന്നെ തോന്നുന്നുണ്ട്. ഇത് കണ്ടില്ല, ആ ഒരു കാടൻ മുട്ടയുടെ റൗണ്ട് നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയെടുക്കുകയാണ്. അത് ഏറ്റവും മുകളിൽ വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഇതെന്ന് പറഞ്ഞാൽ ഗ്ലാസ് ഷീറ്റിൻ്റെ സ്കെയിൽ പോലെ നമ്മൾ ഒരു പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്ത് ഈ ഒരു പീസാണ് നമ്മൾ എല്ലാത്തിലും ഷേപ്പാക്കി എടുക്കുന്നത്. വളരെ എളുപ്പവുമാണ്. കുറച്ചൊന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് നല്ല സ്യൂട്ടബിളായിട്ടുള്ള ഷേപ്പ് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുമെന്നുള്ളതാണ്. ഈ ഒരു ഗ്ലാസ് ഷീറ്റ് നമ്മൾ മടക്കിയും അതുപോലെ ഒട്ടിച്ചും ഷേപ്പ് വരച്ച് അതിൻ്റെ മുകളിൽ ഒട്ടിച്ചെടുക്കുന്നതാണ് കുറേ കൂടെ എളുപ്പമെന്നല്ല, കുറേ കൂടെ ഭംഗിയും ആ ഒരു ഷേപ്പ് കറക്റ്റ് നമുക്ക് കിട്ടുന്നതും. ഇതെന്ന് വെച്ചാൽ ഡെക്കറേഷനായിട്ടാണ്. ഇത് ഗ്ലിറ്റേർഡ് ഫോം ഷീറ്റ് നമ്മൾ ആ റൗണ്ട് ഗ്ലാസ് ഷീറ്റ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നില്ലേ, അതിലോട്ട് ഒട്ടിച്ച് വെക്കാനായിട്ട്. ഇതെല്ലാം നമുക്ക് ഇഷ്ടമനുസരിച്ച് നമുക്ക് ഡെക്കറേഷൻ ചെയ്തെടുക്കാം. ഈ ഒരു ഗ്ലിറ്റേർഡ് ഫോം ഷീറ്റ് തന്നെ യൂസ് ചെയ്യണമെന്നൊന്നുമില്ല. നമുക്ക് വേണമെങ്കിൽ ഗ്ലിറ്റേർഡ് പൗഡർ വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ കളർ വേണമെങ്കിൽ ചെയ്യാം. ഒരു ഗ്ലാസ്സിൽ എന്തെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുമോ അത് ഡിഫറെൻ്റായിട്ട് നമുക്ക് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഒരു ഹെഡിൻ്റെ പോർഷനും അതുപോലെ ഒരു കാലിൻ്റെ പോർഷനും ഞാൻ വരച്ച് വെച്ചിരിക്കുകയാണ്. അതിൻ്റെ മുകളിൽ കൂടെ ഗ്ലൂ വെച്ച്, അത് B7000 സൂപ്പർ ഗ്ലൂ തന്നെയാണ്. അത് അതിൻ്റെ മുകളിലോട്ട് ഉപയോഗിച്ചതിന് ശേഷം കണ്ടില്ലേ, ഷേപ്പ് നമുക്ക് ആക്കി ഒടിച്ച് മടക്കി വളരെ ശ്രദ്ധിച്ച് ആ ഒരു ഷേപ്പിലെടുത്ത് വെച്ചാൽ അപ്പോഴേ ആ ഒരു ഗ്ലൂവിൻ്റെ അത്രയ്ക്ക് നല്ല എഫക്റ്റീവ് ഗ്ലൂ ആണ്. B7000 ഉണ്ട്, B6000 ഉണ്ട്. നല്ലൊരു ഗ്ലൂ ഗണ്ണിൻ്റെ, ഞാൻ പലപ്പോഴും പറയുന്ന ഗ്ലൂ ഗണ്ണിൻ്റെ ഒരു നല്ലൊരു അത്രയും എഫക്റ്റ് ഉള്ളൊരു ഗ്ലൂ ആണിത്. കണ്ടില്ല, ആ ഒരു ഷേപ്പ് നമ്മൾ ഗ്ലൂ വെച്ച് നമ്മൾ ഔട്ട്ലൈൻ ഇട്ടിട്ട് ആ ഒരു ഗ്ലൂവിലാണ് നമ്മൾ ആ ഒരു സ്കെയിൽ പോലത്തെ ഗ്ലാസ് ഷീറ്റ് ഒട്ടിച്ചെടുക്കുന്നത്. അപ്പോൾ കറക്റ്റ് ഷേപ്പ് നമുക്ക് കിട്ടും. കുറച്ച് നേരം സാവകാശം അതൊന്ന് പിടിച്ച് വെക്കണമെന്ന് മാത്രമേ ഉള്ളൂ. കണ്ടില്ലേ, കുറച്ചൊന്ന് അത് ഒരു 2-3 മിനിറ്റ് നമ്മൾ അതേപോലെ അതിൻ്റെ മുകളിൽ കൂടെ ഒന്ന് പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് അത് ഉണങ്ങി കഴിയുമ്പം നിമിഷ നേരം കൊണ്ട് അതങ്ങ് ഒട്ടിപ്പിടിച്ചോളും. കണ്ടില്ലേ, ഏത് ഷേപ്പാണോ വളഞ്ഞിരിക്കുന്ന ഷേപ്പാണെങ്കിൽ കുറച്ചൊന്ന് ഒടിച്ച് മടക്കി അതിൻ്റെ മുകളിലോട്ട് പതുക്കനെ വെക്കുമ്പോഴത്തേക്ക് ആ ഒരു ഷേപ്പായി. ഈ ഒരു ഷേപ്പ് മാത്രം നമുക്ക് കിട്ടിയാൽ മതി. അതിൻ്റെ അകത്ത് വേണ്ടുന്ന ഡെക്കറേഷൻ കണ്ടില്ലേ, എന്ത് മനോഹരമായിട്ട് ആ ഒരു ഷേപ്പ് നമുക്ക് വളച്ചെടുക്കാൻ പറ്റി. സാധാരണ എന്ന് വെച്ചാൽ നമ്മളത് കട്ട് ചെയ്തിട്ടാണ് അതിൻ്റെ മുകളിൽ വെച്ചൊട്ടിക്കുന്നത്. ഇപ്പം അതിൻ്റെ ആവശ്യമേ ഇല്ല. നമ്മൾ വരച്ച് വെച്ച് ഗ്ലൂ വെച്ച് ഒട്ടിച്ച് ഷേപ്പാക്കി എടുക്കുകയാണ്. വെറും സ്കെയിൽ പോലത്തെ നീളമുള്ളത് നമ്മൾ ഒട്ടിച്ച് ചേർത്തെടുക്കാമെങ്കിൽ നമുക്ക് ഏത് ഷേപ്പും നമുക്ക് അനായാസേന ഈ ഒരു OHP ഗ്ലാസ് ഷീറ്റിൽ ചെയ്തെടുക്കാം. ഇനി ആ ഒരു 4 കാലിന് വേണ്ടിയിട്ടാണ്. ആ കാലിന് വേണ്ടിയിട്ടെന്ന് വെച്ചാൽ 1, 2, 3 മടക്ക് ചേർത്ത് മടക്കി വെച്ചിരിക്കുകയാണ്. ആ ഒരു വിരലുകളെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ കണ്ടില്ലേ അവിടെ ഇരിക്കുന്നത്, ഇത് ഈ കാണിക്കുന്നത് പോലെ കണ്ടില്ലേ, ഈ ഒരു 4 കാലുണ്ട്. അത് ഒടിച്ചു മടക്കി എടുത്തിരിക്കുകയാണ്. വെറും സ്കെയിൽ പോലത്തെ OHP ഗ്ലാസ് ഷീറ്റ് കട്ട് ചെയ്തിരിക്കുന്നതിലാണ് നമ്മൾ ഈ ചെയ്യുന്നത്. ഒരെണ്ണം എന്ന് വെച്ചാൽ ആ ടെയിലിനാണ്. അത് സെൻറ്റർ വെച്ച് നമുക്കിങ്ങനെ മടക്കിയാൽ മാത്രം മതി. ബാക്കിയുള്ളതിനെയാണെങ്കിൽ കാലിനാണെങ്കിൽ അതിനെ 2ആയിട്ട് ഫോൾഡ് ചെയ്ത് ഇതായി കാണിക്കുന്ന കണക്ക് അതിനെ ഒന്നും കൂടി ഫോൾഡ് ചെയ്ത് 3 മടക്കിലാണ് ആ ഒരു കാല് നമ്മൾ ചെയ്തെടുക്കുന്നത്. അത് വെറും OHP ഗ്ലാസ് ഷീറ്റിൻ്റെ സ്കെയിലാണിത്. സ്കെയിൽ പോലെ കട്ട്, അത് ഇതിപ്പം ഒരു ടർട്ടൈസിൻ്റെ മാത്രമല്ല
നമുക്ക് വേറെ ഷേപ്പുകൾ, നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പുകളൊക്കെ നമുക്ക് ചെയ്തെടുക്കാം. ഇതെന്ന് വെച്ചാൽ നമ്മൾ വേസ്റ്റ് ഐറ്റമായിരുന്നു. നമ്മൾ ആ ഒരു മുട്ടയുടെ, അതായത് കാട മുട്ടയുടെ കവർ മുകൾ ഭാഗം ഇങ്ങനെ ഉയർന്നിരിക്കുന്നുണ്ട്, ആ ഉയർന്നിരിക്കുന്ന ഭാഗം മാത്രം കട്ട് ചെയ്തതാണ്. ഇത് ആ ഒരു ലെഗിൻ്റെ പോർഷൻ മടക്കി ഒടിച്ച് മടക്കിയതാണ്. അതുപോലെ തന്നെ കഴുത്തിൻ്റെ ഭാഗവും അതുപോലെ തന്നെയാണ്. കഴുത്തിൻ്റെ ഭാഗം നമുക്ക് ഒടിച്ച് മടക്കേണ്ട, വളച്ച് ഒട്ടിച്ചെടുത്തന്നേ ഉള്ളൂ. ഇതെല്ലാം ലെഗ്, 4 ലെഗ് അതുപോലെ നമ്മൾ ഒടിച്ച് മടക്കി എടുത്തിരിക്കുന്നതാണ്. അതിൻ്റെ മുകളിലും താഴെയും ഷീറ്റ് ഒട്ടിച്ചാൽ മാത്രം മതി. ഇതിപ്പോൾ കഴുത്തിൻ്റെതാണ്. അങ്ങനെ ഓരോ പോർഷനും നമ്മൾ ഒട്ടിച്ചൊട്ടിച്ച് മാറ്റിയിട്ട് ലാസ്റ്റ് അത് ചെയ്തെടുക്കുന്നതാണ് കുറേ കൂടെ വൃത്തിയായിട്ട് വരുന്നത്. കണ്ടില്ലേ, ഇതാ ഒരു മുകളിലത്തെ ഭാഗം റൗണ്ട് ചെയ്ത് അതിൻ്റെ മുകളിൽ ഒട്ടിച്ചെടുക്കാനാണ്. ഇതിപ്പോൾ ഈ കാലിൻ്റെ പോർഷൻ നമ്മൾ ആ ഒരു പ്ലെയിൻ ആയിട്ടുള്ള OHP ഗ്ലാസ് ഷീറ്റിൽ ഒട്ടിച്ചെടുക്കുകയാണ്. അതായത് ഗം വെച്ച് അത് വരച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലോട്ട് ആ ഒരു ഷേപ്പ് ആക്കി എടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഗ്ലൂ വെച്ച് നമ്മളത് വരച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലോട്ട് ചെയ്യണം. വേണമെങ്കിൽ നമുക്ക് ഇതിലോട്ട് ഗ്ലൂ ചെയ്യാം. കണ്ടില്ലേ, ഗ്ലൂ ചെയ്ത് ഇട്ട് അതിൻ്റെ മുകളിലോട്ട് ഒട്ടിച്ചെടുക്കുകയാണ്. കണ്ട, ഗ്ലൂ വെച്ച് നമ്മളിങ്ങനെ ചേർത്ത് വെച്ചിട്ട് അതങ്ങ് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് നമുക്ക് ഏത് ഷേപ്പ് വേണമെങ്കിലും ഇതുപോലെ നമുക്ക് കുറച്ചൊന്ന് ശ്രദ്ധിക്കണം. ഇതിപ്പോൾ ഞാൻ ഗ്ലൂ ചെയ്തിട്ട് ഷേപ്പ് വരച്ചിട്ട് ഗ്ലൂ ചെയ്ത് അതിൻ്റെ മുകളിൽ ഒട്ടിച്ച് വയ്ക്കാം. ഇതിപ്പം ഇങ്ങനെ മടക്കിയതായതുകൊണ്ട് അത് ഗ്ലൂ ചേർത്തിട്ട് നമ്മൾ ആ ഒരു OHP ഗ്ലാസ് ഷീറ്റിൽ ഒട്ടിച്ച് അതൊന്ന് ഒട്ടിക്കഴിയും. 2-3 മിനിറ്റ് അല്ലെങ്കിൽ പോട്ടൊരു 5 മിനിറ്റ് നമ്മളത് വെയിറ്റ് ചെയ്താൽ അപ്പോഴേ അത് ഉണങ്ങി കിട്ടും. നമ്മൾ കട്ട് ചെയ്ത് ഷേപ്പാക്കി എടുത്തു കഴിഞ്ഞ് ഇനി ആ ഒരു ഗ്ലാസിൻ്റെ അകത്ത് കണ്ടില്ലേ, ഇത് ഗ്ലിറ്റേർഡ് ഫോം ഷീറ്റ് 3 എണ്ണമാണ്. അതായത് ബ്ലൂ, പിന്നെ വൈറ്റ്, അതുപോലെ തന്നെ ഗോൾഡൻ, ഇത് 3 എണ്ണം കട്ട് ചെയ്ത് നമുക്ക് എന്ത് ഡെക്കറേഷനും നമുക്ക് ചെയ്യാം. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഞാൻ ഗ്ലിറ്റേർഡ് പൗഡർ വിതറിയിരിക്കുകയാണ്. കണ്ടില്ലേ, അപ്പോൾ അതിൻ്റേതായ ഒരു ഭംഗിക്കാണ് എനിക്കത് അങ്ങനെ ചെയ്യണമെന്ന് തോന്നിയത് കൊണ്ടാണ്. വേറെ ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. കളർ വേണമെങ്കിൽ കളർ ചെയ്തെടുക്കാം. നമ്മൾ ആ ഒരു ഗ്ലാസിൻ്റെ മുകളിൽ, അതായത് ആ ജ്യൂസിൻ്റെ മുകളിലുള്ള ഒരു റൗണ്ട് ബൗൾ പോലത്തെ നമ്മളത് ഒട്ടിച്ച് കഴിഞ്ഞ് അതിൻ്റെ മുകളിലാണ് ആ ഒരു കണ്ടില്ലേ ആ ഒരു മുട്ടയുടെ കവർ, അതായത് നമ്മുടെ കാടമുട്ടയുടെ കവർ ഒട്ടിച്ച് അതിൽ ഗ്ലിറ്റേർഡ് ഫോം ഷീറ്റ് റൗണ്ട് ചെയ്ത് അതും ഒട്ടിച്ച് അതിൽ ചുറ്റും നമ്മൾ ബ്ലാക്ക് കളറിട്ട് ഗോൾഡൻ കളറും ഇട്ട് ഡെക്കറേറ്റ് ചെയ്തെടുത്ത് അതെല്ലാം കണ്ടില്ലേ അതിൻ്റെ മുകളിൽ വെച്ചാണ് ആ ഒരു 4 അതിൻ്റെ മുകളിൽ ഒട്ടിച്ചെടുത്ത് കഴിഞ്ഞ്